എന്താ ഇവിടെ വന്നിരിക്കുന്നത്? വെറുതെ. ഇവിടെ നല്ല കാറ്റുണ്ട്. അതൊന്നുമില്ല, അമ്മയുള്ളത് കൊണ്ട് ചെറിയൊരു പേടി അല്ലേ? ഞാൻ എന്തിനു പേടിക്കുന്നു? അതിരിക്കട്ടെ, പാർട്ടി എന്ത് ചെയ്യുന്നു? അകത്ത് കലിതുള്ളി വെളിച്ചപ്പെടുന്നുണ്ട്. പെരുമാറ്റം നീ വിചാരിക്കുന്നതിനേക്കാൾ പെശകാണ്. സാരമാക്കണ്ട. എന്നെ സമാധാനിപ്പിക്കുകയാണോ? അക്കാര്യോർത്ത് സാറ് വിഷമിക്കരുത്. ആരത്? ഇത് ഞാനല്ല. ഇവിടെ വാടോ. എന്നോടാണോ വരാൻ? എന്താ ഇവിടെ? ഭയങ്കര ഉഷ്ണം. സ്വല്പം കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാ. ഇവിടെ ഇങ്ങനെ ഒളിച്ചു നിന്നിട്ട് വേണോ കാറ്റ് കൊള്ളാൻ? പോടോ. സമ്മതിച്ചു. ബോയ് അടുത്തേക്കോ. കേട്ടോ, ചായ ആർക്കാടോ? രാജൻ കുഞ്ഞന്. രാജൻ കുഞ്ഞെന്നു? രാജൻ സാറെന്ന് പറയണം. കൊച്ചിലെ മുതൽ രാജൻ കുഞ്ഞിനെ ഞാൻ കുഞ്ഞെന്ന് വിളിച്ച് ശീലിച്ചു പോയി. രാജൻ കുഞ്ഞിന്റെ അച്ഛൻ മരിക്കുമ്പോ രവിക്കുഞ്ഞിന് കുഞ്ഞു വിളി മാറ്റി സാറെന്ന് വിളിക്കണം. ഓ യെസ് സാർ. പിന്നെ വേറൊരു കണ്ടീഷൻ, ടൗണിൽ രാജനെ ചായമായി ഉണർത്താറുള്ളത് ഞാനാണ്. എന്റെ ഈ മുഖം കണി കണ്ട് എഴുന്നേൽക്കുന്നതാണ് രാജന് ഇഷ്ടം. അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യണം. ആദ്യം ചായയുമായി വന്ന് എന്നെ വിളിച്ചുണർത്തണം, എനിക്ക് തരണം. എന്നിട്ട് രാജനുള്ള ചായ എന്നെ ഏൽപ്പിക്കണം. ഞാൻ കൊടുത്തോളാം. മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ്? ആ വയ്ക്കൂ. കലികാലം തുടങ്ങി. രാജൻ കുഞ്ഞിന് ചായ കൊണ്ടു കൊടുക്കാൻ പോലും എനിക്ക് അവകാശമില്ലെന്നായി. ആരാടാ പറഞ്ഞത്? ആ പ്രാന്തൻ. അവൻ എന്റെ മോനാണടാ. ആര്? ആ പ്രാന്തനോ? അവനെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാ വളർത്തിയത് അറിയാമോ? അടയ്ക്കാ മടിയിൽ വെക്കാം, അടയ്ക്കാ മരമായാലോ. പറഞ്ഞിട്ടെന്താ കാര്യം? ഈശ്വരാ. രമേ, നിന്റെ പുതിയ ചേട്ടത്തി വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. വന്നിട്ടുണ്ട്. ഞാനൊന്ന് കാണാൻ വന്നത്. ചേട്ടത്തി അകത്തുണ്ട്. ഏയ്, നീ കോളേജിലേക്കാണോ? അതെ. നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം. ഒരു പിക്നിക്കിന് പോകാം. കോളേജ് വിടുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കാം. ചെമ്മേ, നിനക്ക് പോവാൻ സമയമായില്ലേ? നമസ്കാരം. രാജേട്ടന്റെ ഭാര്യയായിരിക്കും? അതെ. ഞാൻ ഗോപൻ, രാജേട്ടന്റെ അമ്മാവന്റെ മോൻ. പറഞ്ഞു കേട്ടിട്ടുണ്ട്. വരൂ, ഇവിടെ ഇരിക്കൂ. ഞാൻ അമ്മയെ വിളിക്കാം. ഹേയ്, എനിക്കൊരു തിരക്കില്ല. ഇവിടെ ഇരിക്കാൻ. അമ്മ ഇപ്പൊ വരും. എന്താ അമ്മ, അമ്മയ്ക്കൊരു വിഷമം? എന്താ അമ്മ? എനിക്കിനി ജീവിച്ചിരിക്കണ്ട ഗോപ. എന്റെ മക്കൾക്ക് എന്നെ വേണ്ട. കുടുംബത്തിൽ പിറക്കാത്ത ഓരോ പെണ്ണുങ്ങളല്ലേ വന്ന് എന്നെ ഭരിക്കുന്നത്. എന്റെ ഈശ്വര, എനിക്കത് ചത്താ മതി. ഈശ്വര, എനിക്ക് വേണ്ട. പിടിച്ചെടുത്തി. അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം ഇടിക്കുന്നല്ലേ, നമ്മൾ എന്തിനാ തടുക്കുന്നത്? നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ? അയ്യോ, എന്നെ എങ്ങനെയെങ്കിലും എടുത്തോണ്ട് പോരെ. അയ്യോ എന്റെ അമ്മേ, അയ്യോ എന്റെ അമ്മേ, അയ്യോ അയ്യോ, ഞാൻ ജീവിക്കില്ല. അയ്യോ, സാരമില്ല. അയ്യോ, ഇനി ഭേദമായിക്കോളും. അയ്യോ, ആരും ശല്യപ്പെടുത്താതിരുന്നാ മതി. ചേച്ചി വരും. ഗോവിനിരിക്കൂ, ചായ കൊണ്ടുവരാം. എന്റെ അമ്മേ, അയ്യോ. എന്താ താക്കോല്? ഇതൊക്കെ എങ്ങോട്ടാ? അലക്കാനാ. ഗീതയുടെ തുണിയുണ്ടെങ്കിൽ തരൂ, ഞാൻ അലക്കിത്തരാം. വേണ്ട വേണ്ട, ചേച്ചി അലക്കൊന്നും വേണ്ട. സാരമില്ല, ഒന്ന് വെറുതെ ഇരിക്കണോ? ദേ, മോള് കരയുന്നു. ചേച്ചി അങ്ങോട്ടില്ല. ചെല്ലാൻ. അപ്പുകുട്ടാ, അപ്പുകുട്ടാ, എത്ര നേരമായി വിളിക്കുന്നു. എവിടെ പോയി കിടക്കുന്നു? അപ്പുകുട്ടാ, അപ്പുകുട്ടാ, എന്തേ? ഇവിടെ വാ.
വിളിച്ചാവോ? ഇവിടെ വേറെ വേലക്കാരും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, ഒരു പെണ്ണ്. പക്ഷെ അന്നേ ഇവളവിടുന്ന് ഡൈവോഴ്സ് ചെയ്തു. ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയും നീയും ചേർന്നല്ലേ അവളെ അയച്ചത്? ഇവിടിപ്പോ ജോലി ചെയ്യാനാരാ? വിമലക്കുഞ്ഞായിരുന്നു. കഷ്ടം. ചേച്ചിക്ക് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒരു കാര്യം ചെയ്യാം. ചെയ്യല്ലോ. എനിക്കിവിടെ വേറെ ജോലിക്കാർ വേണമെന്ന് യാതൊരു നിർബന്ധവും. എനിക്കുമില്ല. ജോലികൾ അപ്പുകുട്ടൻ ചെയ്താലും മതി. അത് മതി. അയ്യോ, ഞാൻ എന്താ? തനിക്ക് മേലളയെ പണിയെടുത്തുകൂടി? എനിക്ക് മേലളകി ജോലി ചെയ്ത് ശീലമില്ല. ജോലി ചെയ്യാതെ തിന്ന് ശീലിച്ചു പോയല്ലേ? അതെ. സാരമില്ല, തന്നെത്താൻ പഠിച്ചോളൂ. അല്ല, ഞാൻ വേറെ ജോലിക്കാരെ അന്വേഷിക്കാം. ഏയ് വേണ്ട വേണ്ട. അപ്പുക്കുട്ടനായാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ. അപ്പുക്കുട്ടൻ മാത്രം മതി, വേറെ ആരും വേണ്ട. അവിടെ നിൽക്ക്. എടോ, എല്ലുമുറിയ പണിയെടുത്താ പല്ലുമുറിയ തിന്നാന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് എല്ലുമുറിയണ്ട പല്ലുമുറിയണ്ട, എന്റെ എല്ലാം മുറിഞ്ഞത്. അതേ ഇത് കണ്ട. അത് ശരി. എന്നൊന്ന് കഴിയാതെ വിളിച്ചാ മതി. ഇതാ അപ്പുക്കുട്ടൻ അലക്കിയിട്. പോകുമ്പോ അടുക്കള വരാന്തയിൽ ചേച്ചിയുടെ മുണ്ടും ബ്ലൗസും കൂടെ കിടപ്പുണ്ട്, അതും കൂടെ എടുത്തോണം, മറക്കരുതേ. ശരി. ഇനി വാ. ഈ വാച്ചേ ജോലി ചെയ്യുമ്പോ അസൗകര്യമായിരിക്കും. ഇനി അഴിച്ചതാ. അയ്യോ, ഇത് ജനിച്ചപ്പോ കിട്ടിയതാ, ഊരാൻ പറ്റില്ല. എന്നാ തല്ലി പിടിച്ചെടുക്കാം. അയ്യോ, അവിടെ ഒരു നിമിഷം. ഒരു നിമിഷം. അച്ഛനോടൊന്ന് വരാൻ പറയണം. പറയാം. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ അറിയിക്കണം. ഒന്നും പേടിക്കണ്ട. അമ്മേ, ഞാൻ പോയി വരാം. എന്തിനും നീ മാത്രം പോകുന്നു? ഇവളെയും കൂടെ വിളിച്ചോണ്ട് പോ. അയ്യോ, ഞാൻ എങ്ങനെ പോകാനാ? ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല, ചേച്ചിക്ക് കുഞ്ഞിനെ നോക്കണം, രമയ്ക്കാണെങ്കിൽ കോളേജിലും പോണം. അമ്മയ്ക്ക് പെട്ടെന്ന് വല്ല ബോധക്കേട് ഉണ്ടായാൽ ഒന്ന് വന്ന് നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്നെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോളാം. നിങ്ങളൊക്കെ ഒന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. ഇതൊന്നും കാര്യമാക്കണ്ട, പോയിട്ട് വരണം. ഞാൻ അറിഞ്ഞിട്ടെ അമ്മേ. എടാ, നിന്റെ അമ്മയാണ് പറയുന്നത്, ഇവളെ കൂടെ ഇവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുപോ. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ എങ്ങോട്ട് പോകാനാണമ്മേ? ഞാൻ അമ്മയെ നോക്കിക്കൊണ്ട് ഇവിടെ കഴിഞ്ഞോളാം. എനിക്കതാ ഇഷ്ടം. ഞാൻ പോയി വരാം. പുറപ്പെട്ടോ? പിന്നെ മര്യാദയ്ക്ക് ഇവിടെ നീ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ഇവന്റെ ശല്യങ്ങൾ കൂടുമ്പോ അങ്ങോട്ട് പറഞ്ഞയച്ചേക്ക്. ഞാൻ ആരെ ഉപദ്രവിക്കാൻ? സമയത്തിന് ആഹാരം കഴിക്കണം എന്നല്ലാതെ ഞാൻ ആരെ ഉപദ്രവിക്കാറില്ല. ഇതേ നോക്ക്, നല്ല പനി. ഒന്ന് വന്ന് നോക്കൂ. ഒരു കണക്കിന് അതിന്റെ മുകളിൽ നിന്ന് ഇഴുകി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരീരത്തിൽ ആകെ തൊല്ലില്ല, പക്ഷെ ഒരു തുള്ളി ചോര വന്നില്ല. അത് വേറെ കാര്യം. ഇതേത് കണ്ട, 1/2 ഏക്കറില്ല അവിടെ. അതേ അമ്മേ, കുഞ്ഞിന് നല്ല പനി, ഡോക്ടറെ കാണിക്കണം. കാണിക്കാൻ രാജേട്ടൻ പോകുമ്പോ ഞാൻ പണം വാങ്ങി വെക്കാൻ മറന്നു. ടാക്സി വിളിക്കാനും ഡോക്ടറെ കാണിക്കാനും ഒക്കെ പണം വേണ്ടേ? ഇപ്പൊ നിനക്ക് എന്നെ വേണം അല്ലേ? പക്ഷേ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് നീ കുട്ടിയെ ചികിത്സിക്കില്ല. അമ്മേ, നല്ല പനിയുണ്ട്, താമസിപ്പിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇത് കണ്ടോ, ഇതെന്റെ അലമാരയുടെ താക്കോല. ഇതിനകത്ത് ഇഷ്ടം പോലെ പണം ഇരിപ്പുണ്ട്. പക്ഷേ ഒറ്റ പൈസ ഞാൻ നിനക്ക് തരില്ല. കടമായിട്ട് തന്നാ മതി, ഞാൻ പിന്നെ തിരിച്ചു തരാം. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേടാ അപ്പുകുട്ട? അയ്യോ, എന്റെ താക്കോല്, എന്റെ താക്കോല്. അയ്യോ, ഇതാ 100 രൂപ ഞാൻ എടുത്തിട്ടുണ്ട്.
ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് തിരിച്ചു തന്നേക്കാം. ഇനിയും വേണ്ടി വന്നാൽ ഞാനിത് ചെയ്യും. വരൂ ചേച്ചി. എടാ നീയൊക്കെ ആണായിട്ട് ഇവിടെ നിന്നിട്ട് എന്താണ് പ്രയോജനം? എന്താടാ? ഈ ഭാർഗവീയ മന്ദിരത്തിനുള്ള ഒരൊറ്റ സ്നേഹം കൊണ്ട് മാത്രമാണ്, മറ്റൊന്നും തോന്നരുത്. എന്തോ ഞാൻ സ്മോൾ ബുദ്ധി ഉപയോഗിക്കട്ടെ. എന്തോ ബുദ്ധി? ഈ താടകയുടെ താണ്ഡവം നിർത്തലാക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. എന്തോ കൊല്ലേ? എനിക്ക് വേണ്ടിയിട്ടല്ല, ഭാർഗവമ്മയുടെ അന്തസ്സ് വീണ്ടും കിട്ടണമെങ്കിൽ മാത്രം. അതെങ്ങനെയാ? സമ്മതമാണെങ്കിൽ സംഗതി നിസ്സാരമാണ്. ആശുപത്രിയിൽ നിന്നും ഗീതക്കുഞ്ഞ് തിരിച്ചു വരുന്നു. ക്ഷീണം മാറ്റാനായി നമ്മൾ ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നു. ആൾ കുടിക്കുന്നു. പാല് കുടിച്ചാൽ എങ്ങനെയാ മരിക്കുക? വെറും പാലല്ല, തിളപ്പിച്ച പാലിൽ ഒരു പല്ലിയിടുക. പല്ലിവിഷത്തേക്കാൾ വേറെ വലിയ വിഷം ഇല്ലെന്നാണ് കേൾവി. പല്ലിയിട്ട് തിളപ്പിച്ച പാൽ കുടിച്ചിട്ട് മരിക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ കാലം ഈ പണി നിർത്തി സ്ഥലം വിടുക നല്ലത്. ശരി. ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അമ്മേ, ടാക്സിക്കും മരുന്നിനുമായി 63 രൂപ ചെലവായിട്ടുണ്ട്. ഇതാ ബാക്കി. ഇതൊക്കെ എന്തിനാ മോളെ എന്റെ അടുത്ത് തരണത്? ഇവിടെയുള്ള പണം നിങ്ങൾക്കുള്ളതല്ല, വേറെ ആർക്കാ? അപ്പാപ്പഴത്തെ സങ്കടം കൊണ്ട് അമ്മ അത് ഇതൊക്കെ പറയും. അതിപ്പോ അത്ര കാര്യമാക്കാനുണ്ടോ? നിങ്ങളോട് ചോദിച്ചില്ല. ഇല്ലല്ലേ? മിണ്ടായിരിക്കണം അപ്പുകുട്ടാ. മോളെ എന്നാ ഈ പാല് കുടിച്ച് ക്ഷീണം മാറ്റി. എനിക്ക് വേണ്ടമ്മേ. അയ്യോ എന്റെ പൊന്നു മോളല്ലേ, നീ എത്ര ആയിരുന്നാലും എന്റെ മോന്റെ ഭാര്യയല്ലേ. നിന്നോട് എനിക്ക് സ്നേഹം ഇല്ലാതിരിക്കോ? മോള് വാങ്ങിച്ചു. ഓ, ഡോക്ടറെ കാണാൻ പോയപ്പോഴുള്ള തിരക്ക് ഒരു കണക്കിന് ഞങ്ങൾ കുഞ്ഞിനെ കാണിച്ചിട്ടെങ്കിൽ പോന്നു. പാല് കുടിക്ക്, ചൂടാറിയ വീര്യം കുറയും. കുടിച്ചു മോളെ. ഇപ്പൊ ഡോക്ടറെ കാണിച്ചത് നന്നായി എന്നാ പറഞ്ഞത്. ഇല്ലെങ്കിൽ അപകടമായേനെ. പാല് കുടിക്കു കുഞ്ഞേ. പല്ലി തല വീണാൽ പിന്നൊന്നും കഴിക്കാൻ പാടില്ല എന്നാ പറയുക, അല്ലേ അമ്മേ? ഇത് അപ്പുക്കുട്ടം കുടിച്ചോ? എനിക്ക് വേണ്ട. കഴിച്ചാ ഞാൻ ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. ഭാഗ്യമൊക്കെ കൊടുത്തേക്ക്. പിടിക്കാൻ നശിച്ചവള് എവിടെ കയറി വന്നാലും അവിടെ കുടിയും. എന്താ അമ്മേ? നീ ആ കാട്ടിന് കൊണ്ടുവാ. നീ കുടിച്ചോ. അയ്യോ